കുണ്ടറയിൽ PC വിശ്വനാഥ് MLA തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. വലിയ ആളും ആരവും ഒക്കെ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. ഇത്തവണ രണ്ടാം അംഗമാണ്. കഴിഞ്ഞ തവണ ജെ മേഴ്സിക്കുട്ടി അമ്മയായിരുന്നു. ഇത്തവണ SL സജികുമാറാണ് എതിർ സ്ഥാനാർത്ഥി. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിനെ? ഞങ്ങളെല്ലാം വലിയ ഗൗരവത്തിലാണ് കാണുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ സർക്കാർ മാറണമെന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അഴിമതി, വിലക്കയറ്റം, സ്വജനപക്ഷപാതം, ആരോഗ്യ മേഖലയിലെ തകർച്ച, ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ സ്വർണം മോഷ്ടിക്കുക, ഇതിനെല്ലാം എതിരെ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തെ ഏറ്റെടുത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റിനെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ള ഉത്തരവാദിത്തത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഈ രണ്ടാമതാണ് നിൽക്കുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം എന്തായിരിക്കും? ഒന്ന്, ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളായിട്ടുള്ള പള്ളിമുക്ക് മേൽപ്പാലം. ഞാൻ എൻ്റെ 5 വർഷത്തെ ശ്രമഫലമായി ആ മേൽപ്പാലത്തിന് തുക അനുവദിപ്പിച്ചു, ഏജൻസിയെ തീരുമാനിച്ചു, സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി അടുത്ത ഘട്ടത്തിൽ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. അത് പൂർത്തിയാകേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണ വേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തിന് മാതൃകയായ ഒരു വിദ്യാഭ്യാസ പദ്ധതി കണക്ട് കുണ്ട്ര ഇവിടെ നടപ്പിലാക്കി. അത് വീണ്ടും കൂടുതൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഉപരിയായി ഈ തെരഞ്ഞെടുപ്പിന് ഒരു സംസ്ഥാന പ്രാധാന്യം കൂടിയുണ്ട്. അത് ഒരു ജനവിരുദ്ധമായ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം. അതിന് കുണ്ടറയുടെ പിന്തുണ ഉണ്ടാകണം. ഭൂരിപക്ഷം കൂടുമോ? എത്ര കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത്ഭുതം ഉണ്ടാകുന്ന ഭൂരിപക്ഷം UDF ഉണ്ടാകും. ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരാളില്ല, ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നേരിടുകയും ചെയ്യുന്നത്. തീർച്ചയായും ഉമ്മൻചാണ്ടി സാറാണ് എനിക്ക് 2006 എനിക്ക് സീറ്റ് ചെങ്ങന്നൂരുണ്ടെന്ന് ആദ്യമായിട്ട് എന്നെ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1.5-2 മണിക്കൂർ എന്നോടൊപ്പം റോഡ് ഷോയിലുണ്ടായിരുന്നു. അത് അവശനായിരുന്നു. 2 ദിവസം കൂടുമ്പോൾ എന്നെ വിളിച്ച് ഇലക്ഷൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇല്ല എന്നുള്ളതൊരു വലിയ പ്രയാസമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭൗതികമായ ഒരു സാന്നിധ്യമേ ഇല്ലാതുള്ളൂ. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മീയ സാന്നിധ്യം ഇവിടെയുണ്ട്. സാറ് ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട്. സാറിൻ്റെ ഓർമ്മ തന്നെ ഞങ്ങൾക്ക് കരുത്താണ്. ഇപ്പോൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. മൊത്തത്തിൽ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻഡ് റിസൾട്ടിനെ ഇത് ബാധിക്കുമോ? ഇല്ല. ഇന്നലെ ഞങ്ങൾ 55 സ്ഥാനാർത്ഥികൾ വന്നു. ഇന്നിപ്പോൾ ബാക്കി സ്ഥാനാർത്ഥികൾ ഇന്നുകൂടി വരും. സ്ഥാനാർത്ഥികളൊക്കെ സമയത്ത് തന്നെ വന്നിരിക്കും. നല്ല സ്ഥാനാർത്ഥികളാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ തവണ ഏറ്റവും അവസാനം തീരുമാനിച്ചു വന്നയാളാണ്. ഇവിടെ കുണ്ടറയിൽ 16 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജനങ്ങൾ ഏറ്റെടുത്തല്ലോ, ജനങ്ങൾ ജയിപ്പിച്ചില്ലേ. അതുപോലെ UDFന്റെ ഓരോ സ്ഥാനാർത്ഥിയെയും ജനം കാത്തിരിക്കുകയാണ് അവരെ ഏറ്റെടുക്കാൻ വേണ്ടി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വൈറലായ ഒരു പാട്ടൊക്കെ പാടിയിരുന്നു. ഒന്ന് പാടി തുടങ്ങാൻ പറ്റുമോ? ഇല്ല, പാടുന്നത് അടുത്തൊരു ഘട്ടത്തിലാണ്. ഇന്നിപ്പോൾ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. തുടങ്ങുമ്പോഴേ പാട്ട് വേണ്ട. ഞാൻ ഉറപ്പ് പറയുന്നു, ഈ ക്യാമ്പയിന്റെ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടറിന് വേണ്ടി പാടും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് PC വിശ്വനാഥ് കുണ്ടറയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വലിയ ആളും ആരവും ഒക്കെ ഉണ്ട്. അതൊക്കെ ഓട്ടാവുന്ന അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, റിപ്പോർട്ടർ, കൊല്ലം.